Hi everyone, good morning. Welcome to the Disha Academy. എൻ്റെ പേര് ഐശ്വര്യ. അപ്പോൾ ഇന്ന് ഈ ശനിയാഴ്ച നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സസ് ആണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ഫസ്റ്റ് സെഷൻ ആണ് ആൻഷ്യന്റ് ഹിസ്റ്ററി. അതിനുശേഷം നമ്മൾ മെഡീവിയൽ ഹിസ്റ്ററി നോക്കും ആൻഡ് ഫൈനലി നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആയിരിക്കും ഈ ദിവസം ഈ സാറ്റർഡേ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൻഷ്യന്റ് ഹിസ്റ്ററിയിൽ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ മെയിനായിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ നോക്കും. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൻഷ്യന്റ് ഹിസ്റ്ററിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ നോക്കും. അതുപോലെ തന്നെ നമ്മൾ വേദിക് ടൈം പീരീഡും കൂടെ നോക്കും, വേദിക് ഏജും കൂടെ നോക്കും. അതിനുശേഷം ഇതിപ്പോൾ ഒരു 11 മണിക്കാണ് ഈ വീഡിയോ ഇപ്പോൾ വരുന്നത്. ഇനി 4 മണിക്ക് നിങ്ങൾക്ക് മിഡീവിയൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ വീഡിയോസ് ഉണ്ടായിരിക്കും. ഗായത്രി മിസ്സിൻ്റെ വീഡിയോ ആണ്. ആൻഡ് ലാസ്റ്റ് രാത്രി 7 മണിയാകുമ്പോൾ നമ്മുടെ അതുൽ സാറിൻ്റെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി വീഡിയോസ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഫുൾ ടൈം ഈ 3 മണിക്കൂർ കൊണ്ട് ഏകദേശം ഹിസ്റ്ററിയുടെ മൊത്തം ക്ലാസ്സുകളും കൺക്ലൂഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ടിരുന്നിട്ട് ഈ നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ളവർക്ക് ഒരു ക്വിക്ക് റിവിഷൻ ആൻഡ് ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്ക് ബേസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല സെഷൻസ് ആയിരിക്കും ഇന്ന് പോകാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റിയാണ്. അപ്പം ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള സിവിലൈസേഷൻസിലൊന്നാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പം ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇൻഡസിൻ്റെ കരയിലാണ്. ഇൻഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് റിവറാടാ? നമ്മുടെ സിന്ധു നദിയുടെ കരയിലാണ് എന്ത് വന്നിട്ടുള്ളത്, ഇൻഡസ് വാലി സിവിലൈസേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷന് നമ്മൾ മറ്റൊരു പേരും കൂടെ കൊടുക്കാറുണ്ട്. എന്താണത്? സിന്ധു നദീതട സംസ്കാരം അല്ലേ, ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒറിജിൻ എവിടെയായിരുന്നു നമുക്ക് തന്നെ അറിയാം, അത് സിന്ധു നദിയുടെ കരയിലായിരുന്നു. അപ്പോൾ സിന്ധു നദി എന്ന് പറയുമ്പം ഈ ഇൻഡസ് നദി മാത്രമല്ല, മെയിൻ നദി മാത്രമല്ല, അതിൻ്റെ എല്ലാ ട്രിബ്യൂട്ടറീസും കരയിലും ഈ സിവിലൈസേഷൻ പടർന്നു കിടക്കുന്നുണ്ട്. എന്ന് കമ്പാരിറ്റീവ്ലി വളരെ വലിയൊരു സിവിലൈസേഷൻ ആയിരുന്നു. അപ്പം ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറീസ് എന്ന് വെച്ചാൽ എന്താണ്? പോഷക നദികളെന്ന് പറയും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡസ് എന്നുണ്ടെങ്കിൽ ഈ ഇൻഡസിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന റിവേഴ്സ് അല്ലെ, ഇൻഡസിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന റിവേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോഷക നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ട്രിബ്യൂട്ടറീസും വരും തോറും നമ്മുടെ ഇൻഡസ് എന്താവും, കൂടുതൽ പവർഫുൾ ആയിക്കൊണ്ടിരിക്കും അല്ലേ. ഇങ്ങനെ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. മറ്റൊരു ടേം ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടറി, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡിസ്ട്രിബ്യൂട്ടറി എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ ഒരു റിവർ ഒഴുകുന്നുണ്ടെങ്കിൽ ഇതിലെ വെള്ളത്തിനെ മറ്റൊരു സ്ഥലത്തേക്ക് അല്ലേ ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ട്രിബ്യൂട്ടറീസ് റിവറിലേക്ക് വെള്ളം കൊണ്ടുവരും, ഡിസ്ട്രിബ്യൂട്ടറീസ് റിവറിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പം ഇൻഡസ് റിവറിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറീസ് അല്ല, ട്രിബ്യൂട്ടറീസ് ആണ് ആരൊക്കെ? രവി, ബിയാസ്, ഝലം, ചിനാബ് ആൻഡ് സത്ലജ്. രവി, ബിയാസ്, ഝലം, ചിനാബ്, സത്ലജ് ഇവരൊക്കെ ആരാണ്? ഇൻഡസ് റിവറിൻ്റെ നമ്മുടെ ട്രിബ്യൂട്ടറീസ് ആണ് ഈ റിവേഴ്സ് എല്ലാം. അപ്പോൾ ഈ എല്ലാ ട്രിബ്യൂട്ടറീസിൻ്റെയും കരയിലായിട്ടാണ് ആര് കിടന്നിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ 1853 ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽ സർവീസ് വരുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റെയിൽവേയുടെ പണിക്ക് വേണ്ടിയിട്ട് ഇവർ എക്സ്ക്ലവേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, അവർ സ്വാഭാവികമായിട്ടും കുഴികളൊക്കെ എടുക്കുമല്ലോ. ആ സമയത്താണ് ഇവരെന്ത് കാണുന്നത്? ഒരു സിറ്റി ഈ മണ്ണിൻ്റെ അടിയിൽ സബ്മർജ് ചെയ്തിട്ടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. അത് ഇവർ കണ്ടുപിടിക്കുന്നത് ബേസിക്കലി കുറച്ച് ചുടുകട്ടകളായിരുന്നു അല്ലേ. നമ്മളിങ്ങനെ റെയിൽവേയുടെ പണി നടക്കുന്ന സമയത്ത് ഇങ്ങനെ മണ്ണൊക്കെ മാറ്റുന്ന സമയത്ത് അവർ എന്ത് ചെയ്തു? കുറച്ച് ചുടുകട്ടകൾ കണ്ടുപിടിച്ചു മണ്ണിൻ്റെ അടിയിൽ. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഓക്കെ, ഇതിൻ്റെ അടിയിൽ എന്തുണ്ടായിരിക്കും? പഴയ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് ഈ പുരാവസ്തുക്കൾ എന്ന് പറയുമല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇവർ അവിടുത്തെ റെയിൽവേയുടെ പണി സ്റ്റോപ്പ് ചെയ്യുകയും അതിനുശേഷം അവിടെ എക്സ്ക്ലവേറ്റ് ചെയ്ത് നോക്കുകയും ചെയ്യാണ്. അപ്പോൾ ആ സമയത്താണ് ഇവർക്ക് എന്ത് കിട്ടുന്നത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നത്. സോ ഈ സ്ഥലം എക്സ്ക്ലവേറ്റ് ചെയ്തതും നെയിം ചെയ്തതും ജോൺ ഹെർബർട്ട് മാർഷൽ ആണ്, അല്ലെങ്കിൽ ജോൺ മാർഷൽ എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയാറുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷന് നെയിം ചെയ്തതും എക്സ്ക്ലവേറ്റ് ചെയ്യുന്നതും ജോൺ മാർഷൽ ആണ്. ജോൺ മാർഷൽ ആ സമയത്തെ
ഡയറക്ടർ ജനറൽ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ജോൺ മാർഷൽ ആ സമയത്തുണ്ടായിരുന്ന ഡയറക്ടർ ജനറൽ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ആരെന്ന് പറയുന്നത് ജോൺ മാർഷൽ. ഈ ജോൺ മാർഷലിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ എക്സ്ക്ലവേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ സിവിലൈസേഷൻ കണ്ടുപിടിച്ചിട്ട് അതിന് ആദ്യമായിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് നെയിം ചെയ്യുന്നതും. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ നെയിം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ജോൺ മാർഷൽ എന്ന് പേര് പറയണം. അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എക്സ്ക്ലവേറ്റ് ചെയ്യുന്ന സമയത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചാലും നിങ്ങൾ ജോൺ മാർഷലിൻ്റെ പേര് വേണം പറയാനായിട്ട്. അടുത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ പറ്റി പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1861 ആണ്. പലപ്പോഴും എക്സാംസിന് ചോദിച്ച് കാണാറുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1861 ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. വർഷം എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1861. ഓക്കെ, ഇനി ഇവരാദ്യം കണ്ടുപിടിക്കുന്നത്, ഫസ്റ്റ് കണ്ടുപിടിച്ച സൈറ്റ് ഹരപ്പയാണ്. ഹരപ്പ വരുന്നത് രവി നദിയുടെ തീരത്താണ്. ഫസ്റ്റ് എക്സ്ക്ലവേറ്റ് ചെയ്യുന്ന സൈറ്റ് ഏതാണ്? ഹരപ്പയാണ്. ഈ ഹരപ്പ വരുന്നത് രവി നദിയുടെ തീരത്തായിരുന്നു. അതുപോലെ തന്നെ ഈ എക്സ്ക്ലവേറ്റ് ചെയ്തതിൽ ഏറ്റവും വലിയ സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ മോഹൻജദാരോ ആണ്. മോഹൻജദാരോ ഇസ് ദ ലാർജസ്റ്റ് എമോങ് ഓൾ ദ ഇൻഡസ് സിറ്റീസ്. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ അവർ കണ്ടുപിടിച്ച സിറ്റികളിൽ ഏറ്റവും വലിയ സൈറ്റ് ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മോഹൻജദാരോ ആയിരുന്നു. അപ്പം നമ്മൾ ഇത്രയും നേരം എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം, സിന്ധു നദിയുടെ കരയിലാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. സിന്ധു നദി മാത്രമല്ല, അതിൻ്റെ എല്ലാ പോഷക നദികളുടെയും കരയിലായിട്ടാണ് ഈ സംസ്കാരം വളർന്നു വന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിവരെ സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് കണ്ടെടുത്ത സൈറ്റ് എന്ന് പറയുന്നത് ഹരപ്പയാണ്. അതുകൊണ്ട് നമ്മൾ ഇവരെ എന്ത് വിളിക്കും? ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പേരും കൂടെ ആർക്കുണ്ട്? സിന്ധു നദീതട സംസ്കാരത്തിനുണ്ട്. അങ്ങനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന പേര് വരാനുള്ള കാരണം എന്താണ്? ഫസ്റ്റ് എക്സ്ക്ലവേറ്റ് ചെയ്തെടുത്ത സൈറ്റ് എന്ന് പറയുന്നത് ഹാരപ്പയാണ്. ഇനി ഹാരപ്പ ഏത് നദിയുടെ തീരത്താണ് എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ രവി നദിയുടെ തീരത്താണ് ഹാരപ്പയുള്ളത്. ഇനി ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ നെയിം ചെയ്തത് ആരാണ്? അല്ലെങ്കിൽ അത് എക്സ്ക്ലവേറ്റ് ചെയ്യുന്ന സമയത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ജോൺ മാർഷൽ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1861 അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ന്യൂഡൽഹി ആണെന്ന് പറയണം. ഇത്രയും കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇത്ര ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം അല്ലേ, പലപ്പോഴും പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്ക്ലവേറ്റ് ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇത്ര ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ടൗൺ പ്ലാനിങ് തന്നെയായിരുന്നു. നമുക്കറിയാം അല്ലേ, ഇപ്പോൾ പോലും നമ്മൾ ഒരു പ്രോപ്പർ ടൗൺ പ്ലാൻ ചെയ്യാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ്. ഒരു സൈഡിൽ നിന്ന് കെട്ടിക്കൊണ്ടുവരും, മറ്റൊരു സ്ഥലത്ത് നിന്ന് മഴ പെയ്യും, അപ്പോൾ വെള്ളപ്പൊക്കം വരും, അപ്പോൾ നമ്മൾ ഡ്രെയിനേജ് ശരിയല്ലെന്ന് പറയും, അല്ലെങ്കിൽ ബിൽഡിങ്സ് കെട്ടിയത് ശരിയല്ലെന്ന് പറയും. ടൗണൊക്കെ അതിന് തോന്നിയതുപോലെ ഇരിക്കും അല്ലേ, അവനവന് തോന്നുന്നിടത്ത് നമ്മൾ ഓരോ ബിൽഡിങ്സ് കെട്ടിപ്പൊക്കും. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ അല്ലേ. പക്ഷേ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കാര്യം പറയുമ്പോൾ അവർ അടിപൊളിയായിട്ട് അവരുടെ സിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ സിറ്റി പ്ലാൻ ചെയ്തത് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് തന്നെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഫസ്റ്റ് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ തന്നെ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് എന്തെഴുതാം? വെൽ പ്ലാൻഡ് സിറ്റി ആയിരുന്നു അല്ലേ. വെൽ പ്ലാൻഡ് സിറ്റി ആയിരുന്നു ഇവർക്കുള്ളത്. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റി ആയിരുന്നു ഇവർക്കുള്ളത്. അപ്പോൾ ഇവരുടെ ബിൽഡിങ്സ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്റ്റാങ്കുലർ ബ്ലോക്കുകളായിട്ടുള്ള ബിൽഡിങ്സ്. ഓരോ ബിൽഡിങ്ങും ഇങ്ങനെ വരി വരിയായിട്ട് റെക്റ്റാങ്കുലർ ബ്ലോക്കുകളായിട്ടായിരുന്നു അവർ അറേഞ്ച് ചെയ്തിരുന്നത്. ഈ അറേഞ്ച്മെൻറ്റിന് പറയുന്നതാണ് ഗ്രിഡ് സിസ്റ്റം. ഗ്രിഡ് സിസ്റ്റം അല്ലേ. അവർ ബിൽഡിങ്സ് വെച്ചിരുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ വരി വരിയായിട്ടായിരുന്നു, റെക്റ്റാങ്കുലർ ബ്ലോക്കുകളായിട്ടായിരുന്നു, ഒന്നിനു പുറകെ ഒന്നായിട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഗ്രിഡ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്ഥലം വിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ദാ ഈ സ്പേസ്, ഈ സ്പേസ്, ഈ സ്പേസുകളൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഈ സ്പേസുകളാണ് ഇതിനിടയിൽ വരുന്ന റോഡ് എന്ന് പറയുന്നത്. ഈ റോഡുകൾ സ്ട്രെയിറ്റ് റോഡുകളായിരുന്നു. എന്തായിരുന്നു?
സ്ട്രെയിറ്റ് ആയിട്ടുള്ള വളരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡുകളായിരുന്നു, വളർന്നു തിരിവെന്ന് പറഞ്ഞിട്ട് നീണ്ട റോഡുകളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അത് വളരെ വൈഡായിരുന്നു, വൈഡ് ആൻഡ് സ്ട്രെയിറ്റ് റോഡുകളായിരുന്നു ആർക്കുള്ളായിരുന്നത്, ഇൻഡസ് വാലി സിവിലൈസേഷനിൽ അന്നുണ്ടായിരുന്ന ആൾക്കാർക്കുണ്ടായിരുന്നു. അവർ ബിൽഡിങ്സ് ഗ്രിഡ് സിസ്റ്റം അല്ലെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് വളരെ ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് എന്ത് വരുന്നത്, റോഡ് വരുന്നത്. റോഡ് സ്ട്രെയിറ്റ് റോഡുകളായിരുന്നു. ഈ സ്ട്രെയിറ്റ് റോഡുകളിൽ തന്നെ എന്തുണ്ടായിരുന്നു, ആവശ്യത്തിൽ കൂടുതൽ വീതിയുള്ള, നല്ല വീതിയുള്ള സ്ട്രെയിറ്റ് റോഡുകളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം, വളരെ നല്ലൊരു ഡ്രെയിനേജ് സിസ്റ്റം, പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം ഇവർക്കുണ്ടായിരുന്നു. ഈ ഡ്രെയിനേജ് സിസ്റ്റം ക്ലോസ്ഡ് ആയിരുന്നു. അതായത് നമ്മുടെ ഓടയൊക്കെ ഉണ്ട്, ഇതുപോലത്തെ ഓടയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ വെള്ളം ഒഴുകി പോകുന്നത്, അതിനെയാണ് നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. വളരെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഇവർക്കുണ്ടായിരുന്നു. ഈ ഡ്രെയിനേജ് സിസ്റ്റംസ് ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. ഓക്കെ, റോഡ് സൈഡിലൊക്കെ നമ്മൾ കാണത്തില്ല ഇങ്ങനെ എന്താ പറയുക, സിമെൻറ്റ് ബ്ലോക്കുകൾ ഇട്ട് മൂടിയ ഓടകൾ, ഓവുചാൽ എന്നൊക്കെ പറയുന്നത്. ആ സാധനം നല്ല വെൽ ക്ലോസ്ഡ് ആയിട്ട് നല്ല പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് സിസ്റ്റം ആർക്കുണ്ടായിരുന്നു, ഇവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ മിക്ക വീടുകളോടും ചേർന്ന്, വീടുകൾ ഇങ്ങനെ റെക്ടാങ്കുലർ ബ്ലോക്കുകളായിട്ടാണ് ഉണ്ടായിരുന്നത്, മിക്ക വീടുകളോടും ചേർന്ന് ഇവർക്ക് എന്തായിരുന്നു, കിണറുകൾ ഉണ്ടായിരുന്നു, വെല്ലുണ്ടായിരുന്നു. ഓരോ വീടുകളോടും ചേർന്ന് ഇവർക്ക് എന്തുണ്ടായിരുന്നു, കിണറുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വീടുകൾ ഉണ്ടാക്കിയിരുന്നത് ബേൺഡ് ബ്രിക്സ് കൊണ്ടാണ്. അതായത് നമ്മൾ ചുടുകട്ട എന്ന് പറയത്തില്ലേ, അങ്ങനത്തെ സാധനം കൊണ്ടാണ് എന്തുണ്ടാക്കിയിരുന്നത്, വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് സീറ്റാഡൽ പ്രസന്റ് ആയിരുന്നു. അതായത് ഇവരുടെ ടൗണിനെ ഇവർ രണ്ടായിട്ടാണ് തിരിച്ചിരുന്നത്. ടൗണിനെ രണ്ടായിട്ട് തിരിക്കും, അപ്പർ ടൗണും ലോവർ ടൗണും, അപ്പർ ടൗണും ലോവർ ടൗണും, അങ്ങനെ രണ്ടായിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, ഇവരുടെ ടൗണിനെ ഡിവൈഡ് ചെയ്തിരുന്നത്. ഇതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മതിൽ, ഒരു കോട്ട മതിൽ ഇവർക്കുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, സിറ്റാഡൽ എന്ന് പറയുന്നത്. ഇവർക്കൊരു കോട്ട മതിൽ അല്ലെങ്കിൽ സിറ്റാഡൽ ഉണ്ടായിരുന്നു. അപ്പർ ടൗണ് ലോവർ ടൗണ് ഇവരെ സെപ്പറേറ്റ് ചെയ്തത് കൊണ്ട് ഒരു കോട്ട മതിൽ അല്ലെങ്കിൽ സിറ്റാഡൽ ആർക്കുണ്ടായിരുന്നു, ഇവർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ അപ്പർ ടൗണിൽ കുറച്ചും കൂടെ നോബിളായിട്ടുള്ള ആൾക്കാർ, സമൂഹത്തിൽ കുറച്ചും കൂടെ നിലയും വിലയുള്ള വലിയ വലിയ ആൾക്കാരാണ് അപ്പർ ടൗണിൽ താമസിച്ചിരുന്നത്. ലോവർ ടൗണിൽ സാധാരണക്കാരാണ് താമസിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാണ് പറഞ്ഞത്, ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ 15 മിനിറ്റിൽ ഡിസ്കസ് ചെയ്തത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദിയുടെ തടാക സംസ്കാരം, സിന്ധു നദിയുടെ കീഴിലായിരുന്നു. സിന്ധു നദി മാത്രമല്ല, അതിൻ്റെ പോഷക നദികൾക്ക് ചുറ്റുമായിട്ടാണ് ആര് വളർന്നു വന്നത്, സിന്ധു നദിയുടെ സംസ്കാരം വളർന്നു വന്നത്. അതിലാദ്യം കണ്ടുപിടിച്ച ഫസ്റ്റ് എക്സ്ക്ലവേറ്റ് ചെയ്ത സൈറ്റ് എന്ന് പറയുന്നത് ഹരപ്പ ആയിരുന്നു. ഹരപ്പ എന്ന് പറയുന്നത് രവി റിവറിൻ്റെ തീരത്തായിരുന്നു. ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ് ഈ ഹരപ്പ ഉള്ളത് കേട്ടോ. ഇവരുടെ അന്ന് കണ്ടുപിടിച്ചതിൽ ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് മോഹൻജദാരോ ആയിരുന്നു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഈ എക്സ്ക്ലവേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ്ക്ലവേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് ജോൺ മാർഷലാണ്. അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആ പേര് കൊടുത്തതും ജോൺ മാർഷലാണ്. ഹരപ്പയാണ് ആദ്യം കണ്ടുപിടിച്ച സൈറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷന് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നൊരു പേരും കൂടെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവരുടെ ടൗൺ പ്ലാനിങ്ങിലേക്ക് വന്നു. ടൗൺ പ്ലാനിങ് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു, ഇവരെ ടൗൺ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനൊരു പൊക്കം കൂടിയ റീജിയനും ഒരു പൊക്കം കുറഞ്ഞ റീജിയനും. പൊക്കം കൂടിയ റീജിയനെ നമ്മൾ അപ്പർ ടൗൺ എന്ന് വിളിച്ചു, പൊക്കം കുറഞ്ഞ റീജിയനെ നമ്മൾ ലോവർ ടൗൺ എന്ന് വിളിച്ചു. സമൂഹത്തിൽ കുറച്ചും കൂടെ വലിയ ആൾക്കാർ, ഫൈനാൻഷ്യലി കുറച്ചുകൂടെ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പർ ടൗണിൽ ഉണ്ടായിരുന്നത്. ലോവർ ടൗണിൽ ഉണ്ടായിരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സാധാരണക്കാരായിരുന്നു. ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു സീറ്റാഡൽ ഉണ്ടായിരുന്നു. തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു സീറ്റാഡൽ അല്ലെങ്കിൽ ഒരു കോട്ട മതിൽ ഉണ്ടായിരുന്നു. വീടുകൾ റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരി വരിയായിട്ടായിരുന്നു പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആ സിസ്റ്റത്തിനെ നമ്മൾ പറയുന്നതാണ് ഗ്രിഡ് സിസ്റ്റം എന്ന് നമ്മൾ പറയും. ഈ ഓരോ വീടുകളുടെ ഇടയിലും വീതിയുള്ള റോഡുകൾ ഉണ്ടായിരുന്നു. ആ റോഡുകൾ സ്ട്രെയിറ്റ് റോഡുകളായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വളരെ വൈഡായിട്ടുള്ള സ്ട്രെയിറ്റ് റോഡുകളായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. പ്രോപ്പറായിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഇവർക്ക് ഉണ്ടായിരുന്നു. പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള വളരെ നല്ല ഡ്രെയിനേജ് സിസ്റ്റം ഇവർക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാ വീടുകളോട് ചേർന്നിട്ടും കിണറുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഇവർ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ 2 നിലയുള്ള
മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് പോലും കണ്ടെടുത്തിട്ടുണ്ട്. മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് എന്ന് പറയുമ്പോൾ ഒന്നിന് മുകളിൽ ഒന്നിൽ കൂടുതൽ നിലയുള്ള കെട്ടിടങ്ങൾ വരെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, അക്കാലത്ത് പണിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത്. അടുത്ത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ നോക്കാം. ആദ്യം കണ്ടുപിടിച്ച സൈറ്റ് ഹരപ്പ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഹരപ്പ എവിടെയാണ് ഹരപ്പ സിറ്റുവേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം പാകിസ്ഥാനിലാണ്, ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ് ഹരപ്പ കണ്ടുപിടിക്കുന്നത് ദയാറാം സാഹിനി എന്ന് പറയുന്ന ആളാണ്. ദയാറാം സാഹിനിയാണ് ഹരപ്പ കണ്ടുപിടിക്കുന്നത്. ആൻഡ് കണ്ടുപിടിക്കുന്ന വർഷം 1921 ആണ്. ഹരപ്പ എക്സ്ക്ലവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ദയാറാം സാഹിനി ഇൻ ദ ഇയർ 1921. രവി റിവറിൻ്റെ കരയിലാണ്, ബാങ്ക്സ് ഓഫ് രവിയിലാണ് ഹരപ്പയുള്ളത്. ഹരപ്പയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാനറീസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗ്രാനറി എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിത്തല്ല, ബേസിക്കലി ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്ന ബോക്സുകൾ അല്ലെങ്കിൽ വീടുകളെയാണ് നമ്മൾ ഗ്രാനറി എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് കൂട്ടിയിടുന്നത് എവിടെയാണ്? ഗ്രാനറിയിലാണ് അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ ഗ്രാനറി എന്ന് പറയുന്നത്. അങ്ങനെ വലിയ ഗ്രാനറീസ് നമ്മളിവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഹരപ്പയിൽ നിന്ന് മാത്രമല്ല പല സൈറ്റുകൾ, ഒട്ടുമിക്ക എല്ലാ സൈറ്റുകളിൽ നിന്നും നമ്മൾ കോമൺ ആയിട്ട് കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഗ്രാനറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാനറീസ് നമ്മൾ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എച്ച് ഷേപ്ഡ് സെമിട്രി, എച്ച് ഷേപ്പുള്ള സെമിത്തേരികൾ നമ്മൾ കണ്ടെടുത്തു. എച്ച് ഷേപ്ഡ് സെമിട്രി നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. എച്ച് ഷേപ്ഡ് സെമിട്രികൾ നമ്മളവിടെ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെമിത്തേരിയിൽ കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലായിട്ട് എന്തും ഉണ്ടായിട്ടുണ്ടാവും? ശവപ്പെട്ടികളും ഉണ്ടായിരിക്കും അല്ലേ. ശവപ്പെട്ടികളും അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടിയിൽ അടക്കം ചെയ്തിരുന്നൊരു കസ്റ്റം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കഫിൻ ബറിയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? കോമൺ ആയിട്ട് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഗ്രാനറീസ് കിട്ടി ഹരപ്പയിൽ നിന്ന്, അതുപോലെ എച്ച് ഷേപ്ഡ് സെമിട്രീസ് കിട്ടി, അതുപോലെ തന്നെ കഫിൻ ബറിയേഴ്സും നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? ഹരപ്പയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹരപ്പയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഹരപ്പൻ സൈറ്റ് എക്സ്കവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചത് ദയാറാം സാഹിനിയാണ്. 1921 വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം ഹരപ്പ കണ്ടുപിടിച്ച് തൊട്ടടുത്ത വർഷം, അതായത് 1922 RD ബാനർജി 1922 RD ബാനർജിയാണ് എന്ത് കണ്ടുപിടിച്ചത്? മോഹൻജദാരോ എന്ന് പറയുന്ന അടുത്ത സിറ്റി കണ്ടുപിടിച്ചത്. മോഹൻജദാരോ ആണ് ഉള്ളതിലെ ഏറ്റവും വലിയ സിറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം 1921 ഹരപ്പ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം 1922 എന്ത് കണ്ടുപിടിക്കുന്നത്? മോഹൻജദാരോ കണ്ടുപിടിക്കുന്നത്. മോഹൻജദാരോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മൗണ്ട് ഓഫ് ഡെഡ് എന്നാണ്. മൗണ്ട് ഓഫ് ഡെഡ് എന്നാണ് അല്ലേ, ഇങ്ങനെ ശവങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലം എന്നാണ് ആരുടെ അർത്ഥം എന്ന് പറയുന്നത്? മോഹൻജദാരോ എന്ന് പറയുന്ന ടേമിൻ്റെ അർത്ഥം തന്നെ. അങ്ങനെ ഈ സ്ഥലത്തിന് പേര് വരാനുള്ള മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡെഡ് ബോഡീസ് കൂട്ടിയിട്ടിരുന്നതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഈ അസ്ഥികൂടങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് നമ്മൾ എന്ത് പറയുന്നത്? മോഹൻജദാരോ അല്ലെങ്കിൽ മൗണ്ട് ഓഫ് ഡെഡ് എന്ന് പറയുന്നത്. കണ്ടുപിടിച്ചത് RD ബാനർജിയാണ് 1922. ഓക്കെ, ഇനി ഇവിടെ മോഹൻജദാരോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗ്രാനറി നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഗ്രേറ്റ് ബാത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുളം അല്ലേ. വലിയ കുളം ഇവിടെ പണിഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ കുളങ്ങൾ ഇവിടെ പണിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വലിയ കുളം, ഓക്കെ, അത് ഇവിടെ പണിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രേറ്റ് ബാത്ത് മെയിനായിട്ടും റിച്വൽസ് നടത്താൻ വേണ്ടിയിട്ടുണ്ടായിരുന്നതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വലിയ അമ്പലക്കുളം എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഒരു വലിയ കുളം നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സൈഡൊക്കെ കെട്ടി നല്ല അടിപൊളി പെർഫെക്റ്റ് ആക്കിയ ഒരു കുളം നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്പലത്തിൻ്റെതായ, അമ്പലം എന്നല്ല, മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്ത, അമ്പലക്കുളങ്ങളൊക്കെ പോലെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തതായിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിച്ചു പോകുന്നത് ഗ്രേറ്റ് ബാത്ത്. അത് മോഹൻജദാരോയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. മോഹൻജദാരോയിലാണ് എന്ത് കണ്ടുപിടിച്ചത്? ഗ്രേറ്റ് ബാത്ത് കണ്ടുപിടിച്ചത്. അതുപോലെ ഒരുപാട് ആൾക്കാരുടെ ഡെഡ് ബോഡീസ് കൂട്ടിയിട്ട് കണ്ടിരുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? മോഹൻജദാരോയുടെ പേര് പറയണം. അതുപോലെ ഗ്രാനറിയും നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഒരു 2 സ്റ്റോറീഡ് ബിൽഡിങ്ങും നമുക്ക്
ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റി. 2 നിലയുള്ള ഒരു കെട്ടിടവും നമ്മളിവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷം ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈ തന്നിരിക്കുന്നതിൽ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഏതായിരുന്നെന്നായിരുന്നു. ഓപ്ഷൻസിൽ ഗ്രേറ്റ് ബാത്ത് ഉണ്ടായിരുന്നു, ഗ്രാനറി ഉണ്ടായിരുന്നു, 2 സ്റ്റോറിയുടെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും വലുത് ഏതായിരുന്നു എന്നായിരുന്നു ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ മറ്റൊന്നുമല്ല, ഗ്രാനറിയാണ് കേട്ടോ. ഏറ്റവും വലിയത് ഈ കണ്ടുപിടിച്ചതിൽ ഏറ്റവും വലുത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രാനറി ആയിരുന്നു ഏറ്റവും വലുത്. 2 സ്റ്റോറിയുടെ ബിൽഡിങ്ങിനേക്കാളും ഗ്രേറ്റ് ബാത്തിനേക്കാളും വലിയൊരു ഗ്രാനറി ആയിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അടുത്ത് ഇവിടെ നിന്ന് 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാച്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് 3 സ്റ്റാച്യൂസ് ആണ് നമുക്ക് കിട്ടിയത്. അതിനകത്ത് ആദ്യം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോൺസ് ഡാൻസിങ് ഗേൾ ആണ്. ബ്രോൺസ് ഡാൻസിങ് ഗേൾ കോപ്പറും ടിന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു അലോയിയാണ് ആരെന്ന് പറയുന്നത്, ബ്രോൺസ് എന്ന് പറയുന്നത്. അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മെറ്റൽസിനെ മിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അലോയ് എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറും ടിന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഒരു അലോയ് ആണ് ആരെന്ന് പറയുന്നത്, ബ്രോൺസ് എന്ന് പറയുന്നത്. കോപ്പറും ടിന്നും മിക്സ് ചെയ്ത് കിട്ടുന്ന അലോയ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രോൺസിലുണ്ടാക്കിയ നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ പ്രതിമ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രോൺസിലുണ്ടാക്കിയ നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ പ്രതിമ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഡാൻസിങ് ഗേൾ എന്ന് പറയുന്നത്, ഡാൻസിങ് ഗേൾ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സീൽ ഓഫ് പശുപതി മഹാദേവ, പശുപതി മഹാദേവയുടെ സീല് കിട്ടിയിട്ടുണ്ടായിരുന്നു. പശുപതി മഹാദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പശുപതി മഹാദേവ. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ബോഡി നമ്മൾ നോക്കുമ്പം ഹ്യൂമൻ്റെ ബോഡിയാണ്. അതുപോലെ തന്നെ കൗവിൻ്റെ ഒക്കെ പോയിട്ട് ഹെഡ് വരുന്ന ആളാണ് പശുപതി മഹാദേവ എന്ന് പറയുന്നത്. ആ കാലത്ത് ഇവർ ആരാധിച്ചിരുന്ന ദൈവം എന്ന് പറയുന്നത് പശുപതി മഹാദേവയാണ്. ഓക്കെ, അപ്പം ബോഡി ഹ്യൂമൻ്റെ പോലത്തെ ബോഡിയും അതുപോലെ തന്നെ പശുവിൻ്റെയൊക്കെ പോലത്തെ ഒരു തലയുമാണ് ആർക്ക് വന്നിട്ടുള്ളത്, ഈ പശുപതി മഹാദേവയ്ക്ക് വന്നിട്ടുള്ളത്. ഇത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ദൈവമായിരുന്നു. ഇവരുടെ ഈ ദൈവത്തിനെ കാണിച്ചുകൊണ്ടുള്ള ഒരു സീല് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സീലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് ജീവികളെ നമുക്ക് ഈ സീലിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൈഗറിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എലിഫൻറ്റിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റൈനോയെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. റൈനോ അല്ലെങ്കിൽ നമ്മുടെ കാണ്ടാമൃഗം എന്ന് പറയില്ലേ, കാണ്ടാമൃഗത്തിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ലയണിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഇന്ന് പരിചയമുള്ള ഒരുപാട് ജീവികളുടെ ആ ഒരു ഇമേജസും കൂടെ നമുക്ക് ഈ പശുപതി മഹാദേവയുടെ സീലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ ജീവികളെ എല്ലാം തന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഏരിയയിൽ ഈ ജീവികളുടെ എല്ലാം പ്രസൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഈ ജീവികളെല്ലാം വളരെ ഫെമിലിയർ ആയിരുന്നു നമ്മൾ ഇന്ന് കാണുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചോദ്യം ചോദിച്ച് കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ള ആൾക്കാർക്ക് അൺനോൺ ആയിരുന്ന അനിമൽ ഏതാണ്. ഓക്കെ, അൺനോൺ ആയിരുന്ന അനിമൽ എന്ന് പറയുമ്പം നമുക്ക് ഒരിടത്തും എക്സ്ക്ലവേറ്റ് ചെയ്തിട്ട് ഈ അനിമലിൻ്റെ ബോണോ അല്ലെങ്കിൽ ഒരു റെമിനൻസോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരിക്കത്തില്ല. അതുപോലെ തന്നെ അവരുടെ ഒരു ബുക്കല്ല ഈ ചുമരിൽ കൊത്തിവെച്ചിരിക്കുന്ന അതിലോ അല്ലെങ്കിൽ പ്രതിമയിലോ ഒന്നിലും പ്രസൻസ് ഇല്ലാത്തത് ഏത് ജീവിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹോഴ്സാണ്. ഹോഴ്സാണ് ഇൻഡസ് വാലി സിവിലൈസേഷന് ലീസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള ആനിമൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹോഴ്സാണ്. അപ്പോൾ പശുപതി മഹാദേവയുടെ സീല് നമുക്ക് കിട്ടിയത് മോഹൻജദാരോയിലാണ്. ബ്രോൺസ് ഡാൻസിങ് ഗേളിനെ കിട്ടിയത് മോഹൻജദാരോയിലാണ്. ഗ്രേറ്റ് ബാത്ത് മോഹൻജദാരോയിലാണ്. അതുപോലെ ഗ്രേറ്റ് ഗ്രാനറി മോഹൻജദാരോയിലാണ്. അതുപോലെ തന്നെ സ്റ്റീലൈറ്റ് സ്റ്റാച്യു ഓഫ് ബിയർഡ് മാൻ, സോപ്പ് കല്ല് കൊണ്ടുണ്ടാക്കിയ താടി വെച്ച ഒരു മനുഷ്യൻ്റെ പ്രതിമയും നമുക്ക് മോഹൻജദാരോന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അന്ന് കാലത്ത് ജീവിച്ചിരുന്ന ഏതോ പ്രീസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയൊരാളാണെന്നാണ് വിചാരിച്ചു പോകുന്നത്. അപ്പം ആ സോപ്പ് കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു ആളുടെ ഒരു താടി വെച്ച മനുഷ്യൻ്റെ ബിയർഡ് മാനിൻ്റെ സ്റ്റാച്യൂയും കൂടെ നമുക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പം നമുക്ക് അവിടെ നിന്ന് എന്തൊക്കെ കിട്ടിയായിരുന്നു, പശുപതി മഹാദേവയുടെ സീല് കിട്ടി, ബ്രോൺസ് ഡാൻസിങ് ഗേളിനെ കിട്ടി, അതുപോലെ തന്നെ താടി വെച്ച ഒരു പ്രീസ്റ്റിൻ്റെ പ്രതിമയും നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മോഹൻജദാരോയെ പറ്റി പഠിക്കാനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് നോക്കുന്നത് ചാഹുൻദാരോ എന്ന് പറയുന്ന സൈറ്റാണ്. അപ്പോൾ ഈ ചാഹുൻദാരോ എന്ന് പറയുന്ന സൈറ്റിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവിടെ എന്തുണ്ടായിരുന്നില്ല? സീറ്റാഡൽ ഉണ്ടായിരുന്നില്ല. ചാഹുന്ദ്വാരോ അവിടെ എന്തില്ല? സീറ്റാഡൽ ഇല്ല. സീറ്റാഡൽ ഇല്ല. അത് സി എന്ന് വെച്ച് നമ്മൾ ഓർത്താൽ മതി അല്ലേ? ചാഹുൻദാരോയിൽ എന്തില്ല? സീറ്റാഡൽ ഇല്ല. അപ്പം ഈ കോട്ടമതിൽ ഇല്ലാത്ത അല്ലെങ്കിൽ സീറ്റാഡൽ ഇല്ലാതെ കണ്ട ഒരേ ഒരു സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ചാഹുൻദാരോ ആണ്. അവിടെ നമുക്ക് എന്തില്ല? സീറ്റാഡൽ ഇല്ല. NG മജുംദാർ 1931 ചാഹുൻദാരോ കണ്ടുപിടിച്ചത്. അപ്പോൾ 1921 നമ്മൾ ആദ്യമായിട്ട് ഹരപ്പ കണ്ടുപിടിക്കുന്നത്. 1922 നമ്മൾ മോഹൻജദാരോ കണ്ടുപിടിച്ചു. 10 വർഷങ്ങൾക്ക് ശേഷം 1931 ചാഹുൻദാരോ എന്ന് പറയുന്ന സിറ്റി കണ്ടുപിടിക്കുന്നത്. അത് ആരാണ്? NG മജുംദാർ ആണ് 1931 ചാഹുൻദാരോ കണ്ടുപിടിച്ചത്. സീറ്റാഡൽ ഇല്ലാത്ത ഒരേ ഒരു ടൗൺ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരും. സീറ്റാഡൽ ഇല്ലാത്ത ഒരേ ഒരു ടൗൺ എന്ന് പറയുന്നത് ചാഹുൻദാരോ ആണ്. അതുപോലെ തന്നെ ബീഡ് മേക്കേഴ്സ് ഷോപ്പ് അല്ലെങ്കിൽ ഒരുപാട് മുത്തുകൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബീഡ് മേക്കേഴ്സ് ഷോപ്പ് നമ്മൾ കണ്ടുപിടിച്ചത് ഏത് ടൗണിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ്? അത് ചാഹുൻദാരോയിൽ നിന്നാണ്. മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരുപാട് ആഭരണങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് കാളിബംഗനാണ്. കാളിബംഗൻ എന്ന് പറയുമ്പം അതൊരു ഇന്ത്യൻ സൈറ്റാണ്. കാളിബംഗൻ ഒരു ഇന്ത്യൻ സൈറ്റാണ്. ഇത് ഘാഗർ റിവറിൻ്റെ കരയിലാണുള്ളത്. ഇന്ത്യൻ സൈറ്റാണ്, ഘാഗർ റിവറിന് കരയിലാണുള്ളത്. കാളിബംഗൻ ഇന്ത്യൻ സൈറ്റാണ്, ഘാഗർ റിവറിന് കരയിലാണുള്ളത്. ഇന്നത്തെ രാജസ്ഥാൻ ഭാഗത്തായിട്ടാണ് ഈ കാളിബംഗൻ ഉള്ളത് അല്ലെ? ഇന്നത്തെ രാജസ്ഥാൻ ഭാഗത്തായിട്ടാണ് നമുക്ക് ആരുള്ളത്? കാളിബംഗൻ ഉള്ളത്. അപ്പോൾ ഈ കാളിബംഗൻ ഏത് റിവറിൻ്റെ കീഴിലായിരുന്നു? ഘാഗർ റിവറിൻ്റെ കരയിലായിരുന്നു കാളിബംഗൻ ഉള്ളത്. ഫൗണ്ട് ചെയ്തത് 1953. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ രാജസ്ഥാനിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടുന്ന് കിട്ടിയ കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്യാമൽ ബോൺ കിട്ടിയത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാളിബംഗനാണ് അതിൻ്റെ ആൻസർ. കാളിബംഗൻ ഘാഗർ റിവറിൻ്റെ കരയിലാണ്, രാജസ്ഥാനിലാണ്. അപ്പോൾ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ മരുഭൂമിയാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ആരുണ്ടായിരിക്കും? ഒട്ടകം ഉണ്ടായിരിക്കത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമൽ ബോൺ നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? കാളിബംഗനിൽ നിന്നാണ് നമുക്ക് ക്യാമൽ ബോൺ കിട്ടിയതെന്ന് പറയണം. അത് തന്നെ മഴയില്ലാതിരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ഫയൽ അർത്താറുകൾ ഉണ്ടായിരുന്നു അല്ലെ? ആരാധനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മഴയൊന്നും ഇല്ലെങ്കിൽ ഹോമമൊക്കെ ചെയ്തിട്ട്. അപ്പം അങ്ങനത്തെ ഹോമകുണ്ടങ്ങൾ നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാലും കാളിബംഗനിൽ നിന്നാണ്. ഇങ്ങനത്തെ ഹോമകുണ്ടങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. അതുപോലെ തന്നെ ഉടൻ പ്ലഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാളിബംഗനിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു NG മജുംദാർ 1931 ചാഹുൻദാരോ കണ്ടുപിടിച്ചത്. സീറ്റാഡൽ ഇല്ലാതിരുന്ന ഒരേ ഒരു സിറ്റി എന്ന് പറയുന്നത് ചാഹുൻദാരോ ആയിരുന്നു. അതുപോലെ ബീഡ് മേക്കേഴ്സ് ഷോപ്പ് നമുക്ക് ചാഹുൻദാരോയിൽ നിന്നാണ് കിട്ടിയത്. ഇനി കാളിബംഗൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിച്ചത് 1953 ഒരു ഇന്ത്യൻ സൈറ്റാണ് കാളിബംഗൻ. ഘാഗർ റിവറിൻ്റെ കരയിലാണ് കാളിബംഗൻ ഉണ്ടായിരുന്നത്. ഫയർ അൾട്ടാർ, ക്യാമൽ ബോൺ, അതുപോലെ തന്നെ ഉടൻ പ്ലഫ്, ഈ 3 കാര്യങ്ങൾ നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാളിബംഗനിൽ നിന്നാണ്. ഇതാണ് ക്യാമൽ ബോണിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. ഇന്നത്തെ രാജസ്ഥാൻ ഭാഗത്താണ് കാളിബംഗൻ ഉണ്ടായിരുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലോഥലാണ്. ലോഥൽ വരുന്നത് ഇന്നത്തെ ഗുജറാത്ത് ആ ഒരു ഭാഗത്താണ് കേട്ടോ. ഇന്നത്തെ ഗുജറാത്ത് റീജിയനിലാണ് നമ്മുടെ ലോഥൽ എന്ന് പറയുന്ന സിറ്റി വരുന്നത്. ലോഥൽ വരുന്നത് ഇന്നത്തെ ഗുജറാത്ത് റീജിയനിലായിരുന്നു. ഓക്കെ, അങ്ങനത്തെ ഗുജറാത്ത് റീജിയനിലായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും? ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കടലുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ കടൽ തീരം ഉണ്ടായിരുന്നത് തന്നെ ഇവരുടെ പോർട്ട് സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ലോഥലാണ് ഇവരുടെ പോർട്ട് സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ലോഥലാണെന്ന് പറയും. ഇവർക്ക് അതുപോലെ തന്നെ ഡോക്യാർഡും ഇവിടെ ഉണ്ടായിരുന്നു. ഡോക്യാർഡ് എന്ന് പറഞ്ഞാൽ കപ്പലുകളൊക്കെ അടുപ്പിക്കുന്ന സ്ഥലം. ഡോക്യാർഡും ഇവർക്ക് ഉണ്ടായിരുന്നു. പോർട്ട് സിറ്റിയും ഉണ്ടായിരുന്നു, ഡോക്യാർഡും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെസ്സ് കളിക്കാൻ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ, ആ സമയത്ത് ഈ പകിട കളിക്കുമല്ലോ, അതുപോലത്തെ ചില സാധനങ്ങളും കൂടെ നമുക്ക് ഇവിടെ നിന്ന് എക്സ്ക്ലവേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ധോലാവിര. ധോലാവിരയിലെ പ്രത്യേകതയാണ് വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം.
വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം എവിടെ നിന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധോലാവിരയാണ്. ലോഥൽ പോർട്ട് സിറ്റി ആർ റാവു 1953 ഇൻവെൻറ്റ് ചെയ്തത്. ലോഥൽ പോർട്ട് സിറ്റി ആർ റാവു 1953. ഫസ്റ്റ് മാൻമെയ്ഡ് പോർട്ട് അല്ലെങ്കിൽ പോർട്ട് സിറ്റി ഏതാണെന്നാണ് എപ്പോഴും ചോദിച്ച് കാണാറ്. ഡോക്യാർഡും അതുപോലെ തന്നെ ചെസ് പ്ലേയിങ്ങും ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ധോലാവിരയിലാണ് നമ്മൾ ഒരുപാട് വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റംസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഹരിയാനയിൽ ഒരു 3 ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ഉണ്ട് ഹരിയാനയുടേത്. ഒന്നാണ് ബനാവലി. ബനാവലിയിൽ നമുക്ക് ഒരുപാട് റേഡിയൽ സ്ട്രീറ്റുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. റേഡിയൽ സ്ട്രീറ്റ് എന്ന് പറയുമ്പം നമ്മൾ ബാക്കി എല്ലാ സ്ഥലത്തും ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലുള്ള സ്ട്രീറ്റുകളാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഈ ബനാവലിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സ്ട്രീറ്റുകളാണ് കാണുന്നത്. ആ സ്ട്രീറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റേഡിയൽ സ്ട്രീറ്റ്. അപ്പോൾ റേഡിയൽ സ്ട്രീറ്റുകളുടെ പ്രസൻസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബനാവലിയാണ്. അതുപോലെ തന്നെ ലാർജസ്റ്റ് നമ്പർ ഓഫ് ബാർലി ഗ്രെയിൻസ് നമ്മൾ കണ്ടുപിടിച്ചതും ബാർലി ഗ്രെയിൻസിൻ്റെ സ്റ്റോറേജ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുപിടിച്ചതും ധോലാവിരയിൽ നിന്നാണ്. ഓക്കെ, ബനാവലിയിൽ നിന്നാണ്. അത് കഴിഞ്ഞ് രാഖിഗർണിയാണ് ഇന്ത്യയിൽ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ബിഗസ്റ്റ് സൈറ്റ്. ഉള്ളതിലെ ഏറ്റവും വലിയ സൈറ്റ് മോഹൻജദാരോ ആണ്. പക്ഷേ ഇന്ത്യയിൽ കണ്ടുപിടിച്ചതിലെ ഏറ്റവും വലിയ സൈറ്റ്, ഇന്ത്യൻ സൈറ്റ് ഏറ്റവും വലുത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിയാനയിലുള്ള രാഖിഗർണിയാണ്. ആൻഡ് ഇന്ത്യയിൽ കണ്ടുപിടിച്ച ഓൾഡസ്റ്റ് സൈറ്റാണ് ഭിർദാനയാണ് കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഓൾഡസ്റ്റ് സൈറ്റ്. അപ്പോൾ ഹരിയാനയിലെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റുകളുണ്ട്. ഒന്നാമത്തത് ബനാവലി. ബനാവലിയുടെ പ്രത്യേകത റേഡിയൽ സ്ട്രീറ്റ് ആണ്. രണ്ടാമത്തത് രാഖിഗർണിയാണ് കണ്ടുപിടിച്ചതിൽ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ സൈറ്റ്. മൂന്നാമത്തേത് ഭിർദാന, അത് ഇന്ത്യയിലുള്ള ഓൾഡസ്റ്റ് സൈറ്റാണ്. ഇനി അതല്ലാതെ അഫ്ഗാനിസ്ഥാനിലൊരു സൈറ്റ് ഉണ്ട്, അതാണ് ഷോർട്ട്ഗുയി ആണ് അഫ്ഗാനിസ്ഥാനിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പാർട്ടായിട്ടുള്ള ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഷോർട്ട്ഗുയി. അടുത്തതായിട്ട് ഇവരുടെ അഗ്രികൾച്ചറും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഹരപ്പയിൽ 3 വെറൈറ്റീസ് ഓഫ് വീറ്റും അതുപോലെ തന്നെ ബാർലിയുമാണ് മെയിനായിട്ട് കണ്ടിട്ടുള്ളത്. ഹരപ്പയിൽ 3 വെറൈറ്റി ഓഫ് വീറ്റ് അതുപോലെ തന്നെ ബാർലിയുടെയും എന്താണ് കണ്ടിട്ടുള്ളത്, കൃഷിയാണ് നമ്മൾ മെയിനായിട്ട് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ലോകത്ത് ആദ്യമായിട്ട് കോട്ടൺ ഉൽപ്പാദിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്ത് ആദ്യമായിട്ട് കോട്ടൺ ഉൽപ്പാദിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ആരുടെ പേര് പറയണം? നമ്മൾ ഇൻഡസ് വാലിയിലുള്ള ആൾക്കാരുടെ പേര് പറയണം. ഏറ്റവും ആദ്യമായിട്ട് കോട്ടൺ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയ ആൾക്കാർ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബുള്ളിനെയും ഓക്സിനെയും ഒക്കെ ഇൻഡസ് വാലിയിലുള്ള ആൾക്കാർ യൂസ് ചെയ്തിരുന്നു. കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബുള്ള് അതുപോലെ ഓക്സ് പോലുള്ള ജീവികളെയും ഇവർ ഉപയോഗിച്ചിരുന്നു. വെയ്റ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർ വെയ്റ്റ്സും മെഷർമെൻറ്റ്സും ഇവർ ട്രേഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ യൂസ് ചെയ്യുന്ന വെയ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് 16 അതിൻ്റെ മൾട്ടിപ്പിൾസോ ആയിരുന്നു. ഇപ്പം നമ്മളിങ്ങനെ 10 അതിൻ്റെ മൾട്ടിപ്പിൾസ് ഉപയോഗിക്കത്തില്ലേ, ലൈക്ക് 100 ഗ്രാം 1000 ഗ്രാം അങ്ങനെയൊക്കെ ഉപയോഗിക്കത്തില്ലേ, അതുപോലെ തന്നെ 16 അതിൻ്റെ മൾട്ടിപ്പിൾസും ആയിരുന്നു ഇവരെക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ആനിമൽ ഹസ്ബൻഡറിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പോലെ തന്നെ അവരും ഒരുപാട് ജീവികളെ ഇണക്കി വളർത്തിയിരുന്ന ആൾക്കാരായിരുന്നു. സോ ദേ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ലൈക്ക് ഹംഡ് ബുൾസ്, ബഫല്ലോ, പിഗ്സ്, എലഫൻസ്, ഡോങ്കീസ്, ഗോഡ്സ്, ഷീപ്പ് എക്സെട്ര. അപ്പോൾ ആരെയൊക്കെയാണ്? ബുള്ള്, ബഫലോ, പിഗ്, എലഫൻറ്റ്, ഡോഗി, ഡോങ്ക്, ഗോട്ട്, ഷീപ്പ് ഇവരെയൊക്കെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വളർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പക്ഷേ ഹോഴ്സിൻ്റെ എവിഡൻസ് ഞാൻ പറയുന്നത്, ഹോഴ്സിന് ഇവർക്ക് ഏറ്റവും റെയറായിട്ട് ലീസ്റ്റ് നോൺ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ചോദിച്ചാൽ ഹോഴ്സുകളാണ്. സപ്പോസ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ, ഇത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജീവികളെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷനുള്ള ആൾക്കാർക്ക് അറിയാത്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഹോഴ്സ് എന്നാണ് ആൻസർ പറയേണ്ടത്. സോ എവിഡൻസ് ഓഫ് ഹോഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കോട്ടാടയിൽ വെച്ച് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ഹോഴ്സിനെ പറ്റിയുള്ള ഒരു എവിഡൻസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി പോകാൻ പോകുന്നത് വേദിക് പീരീഡിലേക്കാണ്. വേദിക് പീരീഡിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒന്ന് ഏർലി വേദിക് പീരീഡും രണ്ടാമത്തേത് ലേറ്റർ വേദിക് പീരീഡും. ആദ്യ കാലഘട്ടങ്ങളെ നമ്മൾ ഏർലി വേദിക് പീരീഡ് എന്ന് പറയും. അത് ഏകദേശം 1500 to 1000 BC ഇടയിലാണ് ഏർലി വേദിക് പീരീഡ് എന്ന് പറയുമ്പോൾ. 1500 മുതൽ 1000
BC-ക്ക് ഇടയിലാണ് ഏർലി വേദിക് പീരീഡ് വരുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ലേറ്റർ വേദിക് പീരീഡ്. 1000 മുതൽ 600 BC വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ലേറ്റർ വേദിക് പീരീഡ് വരുന്നത്. ഈ ഏർലി വേദിക് പീരീഡിന് മറ്റൊരു പേരാണ് ഋഗ് വേദിക് പീരീഡ്. ഈ ഋഗ്വേദിക് പീരീഡ് അല്ലെങ്കിൽ ഏർലി വേദിക് പീരീഡിലാണ് ഋഗ്വേദ എഴുതപ്പെട്ടതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വേദങ്ങൾ നമുക്കറിയാം ഏതൊക്കെയാണ്: ഋഗ്വേദ, യജുർവേദ, സാമവേദ ആൻഡ് അഥർവേദ. അതിലേറ്റവും പഴക്കമുള്ള അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ വേദമാണ് നമ്മുടെ ഋഗ്വേദ എന്ന് പറയുന്നത്. ഋഗ്വേദം എഴുതപ്പെട്ടത് ഈ സമയത്താണെന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെ ഏർലി വേദിക് പീരീഡിനെ നമ്മൾ ഋഗ്വേദിക് പീരീഡ് എന്നും കൂടെ വിളിക്കാറുണ്ട്. ഏർലി വേദിക് പീരീഡിനെ നമ്മൾ ഋഗ്വേദിക് പീരീഡ് എന്നും കൂടെ വിളിക്കാറുണ്ട്. നമുക്ക് ആദ്യം ഏർലി വേദിക് പീരീഡിൻ്റെ കാര്യങ്ങൾ നോക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വളരെ നല്ലൊരു കാലഘട്ടമായിരുന്നു. അതായത് അന്ന് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിൽ കാസ്റ്റ് സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, കാസ്റ്റ് സിസ്റ്റമോ അങ്ങനത്തെ പ്രശ്നങ്ങളോ വർണ്ണ സിസ്റ്റമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ആൾക്കാർ അവരവരുടെ ജോലി അനുസരിച്ചായിരുന്നു ഇവരുടെ കാസ്റ്റ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഏർലി വേദിക് പീരീഡിൻ്റെ കാലത്ത് ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യുന്ന ആൾക്ക് ഒരു കാസ്റ്റ് എന്നുള്ള രീതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു വീട്ടിൽ തന്നെ പല കാസ്റ്റുള്ള ആൾക്കാരാണ് എക്സിസ്റ്റ് ചെയ്തിരുന്നു. അവർ കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ അലഞ്ഞു തിരിഞ്ഞ് ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു ഏർലി വേദിക് പീരീഡ് എന്ന് പറയുന്നത്. അമ്പലങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വിഗ്രഹാരാധനയോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് എവിടെ ഉണ്ടായിരുന്നില്ല, ഏർലി വേദിക് പീരീഡിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ മെയിനായിട്ട് ഈ കാറ്റിൽ റെയറിംഗ് ഒക്കെ ആയിരുന്നു ഇവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏർലി വേദിക് പീരീഡിനെ പറ്റി അറിയേണ്ടത്. ഒന്ന് ഋഗ്വേദിക് പീരീഡാണ്. ആ സമയത്തുള്ള അവരുടെ ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത് കാറ്റിൽ കീപ്പിംഗ് ആയിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് റിവറാണ് സരസ്വതി റിവർ. സരസ്വതി റിവർ പിന്നീട് ഇല്ലാതായിപ്പോയി. പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന ഏർലി വേദിക് പീരീഡിലുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് റിവർ സരസ്വതി റിവറാണ്. ഇവരുടെ ഒരുപാട് ലിറ്ററേച്ചറിൽ സരസ്വതി റിവറിനെ പറ്റി മെൻഷൻ ചെയ്ത് കാണുന്നുണ്ട്. പിന്നെ അവർ അന്ന് നയിച്ചിരുന്നത് ഒരു സെമി നൊമാഡിക് ലൈഫാണ്. സെമി നൊമാഡിക് ലൈഫ് എന്ന് പറയുമ്പോൾ കുറച്ചിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞൊക്കെ നടന്നിരുന്ന ആൾക്കാരായിരുന്നു. ഒരു കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ സെറ്റിൽ ഡൗൺ ആയിട്ടില്ലായിരുന്നു. അവർ അന്ന് ആരാധിച്ചിരുന്നത് ഫയർ, വാട്ടർ, വിൻഡ്, തണ്ടർ, റെയിൻ ഇതിനെയൊക്കെ ആയിരുന്നു. അതായത് പ്രപഞ്ച ശക്തികളെ തന്നെയാണ് അവർ എന്ത് ചെയ്തിരുന്നത്, ആരാധിച്ച് പോന്നിരുന്നത്. അല്ലാതെ അവർക്ക് അങ്ങനെ വലിയ രീതിയിൽ വർണ്ണ സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ദൈവമായിരുന്നു ഇന്ദ്ര. ഇന്ദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയുടെ ദൈവമാണ്. മഴയുടെ ദൈവമാണ് ഇന്ദ്ര. അപ്പോൾ ഇന്ദ്രയാണ് അവരെ ഏറ്റവും നല്ല രീതിയിൽ ആരാധിച്ച് പോന്നിരുന്നത്. ഗ്രേറ്റസ്റ്റ് ഗോഡ് ഇന്ദ്രയായിരുന്നു. അതല്ലാതെ അവർ ആരാധിച്ചിരുന്നത് ഫയർ, വാട്ടർ, വിൻഡ്, തണ്ടർ ആൻഡ് റെയിൻ ആണ്. ആ സമയത്ത് ടെമ്പിൾസോ അതുപോലെ തന്നെ വിഗ്രഹങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഏർലി വേദിക് പീരീഡിൻ്റെ കാര്യം നമ്മൾ നോക്കിയല്ലേ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏർലി വേദിക് പീരീഡിനെ പറ്റി അറിയാൻ നമുക്കുള്ളത്. അതിനുശേഷം നമ്മൾ ലേറ്റർ വേദിക് പീരീഡിലേക്ക് പോയി. ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു മോശം കാലഘട്ടം എന്ന് പറയാൻ പറ്റുന്നത് നമുക്ക് ലേറ്റർ വേദിക് പീരീഡിനെയാണ്. അപ്പോഴേക്കും ആൾക്കാർ സെറ്റിൽ ആവാൻ തുടങ്ങിയത്. പക്ഷേ സെറ്റിലായി തുടങ്ങിയെങ്കിലും ഈ വർണ്ണ സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം നമ്മൾ ഇന്ന് കാണുന്ന പോലെ തന്നെ ഈ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെയൊക്കെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ആ കാലഘട്ടമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ സെറ്റിൽഡ് ലൈഫായിരുന്നു. അവർ അയൺ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. അയൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? ലേറ്റർ വേദിക് പീരീഡിൻ്റെ കാലഘട്ടത്തിലാണ്. അവരുടെ മെയിൻ ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു. സെറ്റിൽഡ് ലൈഫ് ആകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി കൃഷി തുടങ്ങാം അല്ലേ, കൃഷി തുടങ്ങും. അപ്പോൾ അവരുടെ മെയിൻ ഒക്കുപ്പേഷൻ അഗ്രികൾച്ചർ ആയിരുന്നു. കാസ്റ്റ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ലേറ്റർ വേദിക് പീരീഡിൻ്റെ കാലഘട്ടത്തിലാണ് കാസ്റ്റ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തതെന്ന് നമ്മൾ പറയണം. ആ സമയത്ത് ഒരു ടാക്സ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ ടാക്സ് സിസ്റ്റത്തിൻ്റെ പേരാണ് ഭാഗ. ആ സമയത്ത് എക്സിസ്റ്റ് ചെയ്തിരുന്ന ടാക്സ് സിസ്റ്റത്തിൻ്റെ പേരാണ് എന്താണെന്ന് പറയുന്നത്? ഭാഗ എന്ന് പറയുന്നത്. അന്നുണ്ടായിരുന്നു കൃഷി ചെയ്ത് കിട്ടുന്ന ടോട്ടൽ പ്രൊഡക്ഷൻ്റെ 1/6 ഇവർ ടാക്സ് ആയിട്ട് കൊടുക്കണമായിരുന്നു. കൃഷി ചെയ്ത് കിട്ടുന്ന ടോട്ടൽ പ്രൊഡക്ഷൻ്റെ 1/6 ഇവർ എന്ത് ചെയ്യണം? ടാക്സ് ആയിട്ട് കൊടുക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭാഗ എന്ന് പറയുന്നത്. ഭാഗ. ആ കാലത്തുണ്ടായിരുന്ന മെയിനായിട്ട് ഇവർ ആരാധിച്ചിരുന്ന ദൈവമാണ് പ്രജാപതി. പ്രജാപതിയാണ് ഇവരുടെ മെയിനായിട്ടുള്ളതെന്നുണ്ടായിരുന്ന ഗോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ തന്നെ ബ്രഹ്മ, വിഷ്ണു, മഹാദേവ തുടങ്ങിയ ദൈവങ്ങൾ, ത്രിമൂർത്തികളെയും അവർ ആരാധിച്ച് പോന്നിരുന്നു. ഓക്കെ, സോ ഇനി നമ്മൾ ഈ വേദിക് പീരീഡിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദിക് ഏജിലുണ്ടായിരുന്ന വേദങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ വേദങ്ങളെ പറ്റി പറയുമ്പോൾ തന്നെ ആ കാലത്ത് 2 രീതിയിലായിരുന്നു നമുക്ക് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് ഈ നോളജൊക്കെ കൈമാറ്റപ്പെട്ടു പോന്നിരുന്നത് 2 രീതിയിലായിരുന്നു. ഒന്ന് ശ്രുതിയും 2 സ്മൃതിയും. ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്.
ഞാൻ പറഞ്ഞു, എൻ്റെ മക്കൾ കേട്ടു, എൻ്റെ മക്കൾ പറഞ്ഞു, അവരുടെ മക്കൾ കേട്ടു, അങ്ങനെ ജനറേഷൻ ത്രൂ ജനറേഷൻ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ശ്രുതി എന്ന് പറയുന്നത്. സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി വെക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവുക മാത്രമല്ല, എഴുതി വെക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സ്മൃതി എന്ന് പറയുന്നത്. അപ്പം ആ കാലഘട്ടത്തിലെ ലിറ്ററേച്ചർ നമ്മൾ ശ്രുതി സ്മൃതി എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ദ വേർഡ് ശ്രുതി ഫ്രം ദ ടേം ശ്രേ മീൻസ് ടു ഹിയർ or describe sacred text which comprise of Vedas, Brahmanas, Arangyas and Upanishad literatures. അതുപോലെ തന്നെ ഇനി സ്മൃതി ആണെങ്കിലോ ബോഡി ഓഫ് ടെക്സ്റ്റ് കണ്ടെയ്നിങ് ടീച്ചിങ്സ് ആണ്. പുരാണാസ്, തന്ത്രാസ്, ആഗമാസ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ശ്രുതിയിലാണ് ആര് വരാൻ പോകുന്നത്? നമ്മുടെ വേദങ്ങൾ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. മെയിനായിട്ട് 4 വേദങ്ങളുണ്ട്. ഋഗ്വേദ, യജുർവേദ, സാമവേദ ആൻഡ് അഥർവവേദ. ഓരോരുത്തരുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഋഗ്വേദയെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ആദ്യം ഓർക്കേണ്ടത് ഓൾഡസ്റ്റ് വേദയാണ്. ഓൾഡസ്റ്റ് വേദയാണ് ആരെന്ന് പറയുന്നത്? ഋഗ്വേദ എന്ന് പറയുന്നത്. ഋഗ്വേദയിൽ 1028 ഹൈംസ് അല്ലെങ്കിൽ മന്ത്രങ്ങളാണ് ഉള്ളത്. 1028 ഹൈംസ് ആണ് ഋഗ്വേദയിലുള്ളത്. 10 മണ്ഡലങ്ങളായിട്ടാണ് ഋഗ്വേദേനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ 1028 ഹൈംസിനെയും 10 മണ്ഡലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഋഗ്വേദ സ്റ്റാർട്ട് ചെയ്യുന്ന വാക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നിയാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, അതായത് നമ്മുടെ ഗായത്രി മന്ത്രം ഉണ്ടല്ലോ, ഗായത്രി മന്ത്ര. ഗായത്രി മന്ത്ര എവിടെ നിന്ന് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറും ഋഗ്വേദയാണ്. ഋഗ്വേദയിലാണ് ഗായത്രി മന്ത്രയുടെ ഒറിജിൻ എന്ന് പറയുന്നത്. അടുത്തത് യജുർവേദയാണ്. യജുർവേദ എന്ന് പറയുമ്പം സാക്രിഫിഷ്യൽ പ്രേയേഴ്സ് ഒക്കെയാണ് ഈ യജുർവേദയിലുള്ളത്. സാക്രിഫിഷ്യൽ പ്രേയേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഈ ബലി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കുക, ലൈക്ക് ഉപവസിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയെടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങൾ സാക്രിഫിഷ്യൽ പ്രേയേഴ്സിനെയാണ് നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? യജുർവേദയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് കൃഷ്ണ. കൃഷ്ണ മീൻസ് ബ്ലാക്ക് ആൻഡ് ശുക്ല വിച്ച് മീൻസ് വൈറ്റ്. ഓക്കെ, ആ സമയത്തെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ 2ആയിട്ട് യജുർവേദേനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് അല്ലെങ്കിൽ കൃഷ്ണ, ശുക്ല അല്ലെങ്കിൽ വൈറ്റ്. അത് കഴിഞ്ഞിട്ട് സാമവേദം. മ്യൂസിക്കിൻ്റെ ഒറിജിൻ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയേണ്ടത് നമ്മൾ സാമവേദമാണ്. സാമവേദയിലാണ് മ്യൂസിക്കിൻ്റെ ഒറിജിൻ വരുന്നത്. മ്യൂസിക്കിൻ്റെ ഒറിജിൻ വരുന്നത് സാമവേദയിലാണ്. 1549 ഹൈംസ് ആണ് സാമവേദയിൽ ഉള്ളത്. ഇറ്റ് ഈസ് ദ റിതമിക് കമ്പൈലേഷൻ ഓഫ് ഹൈംസ് ഫോർ ഋഗ്വേദ എന്നാണ് പറയുന്നത്. അതായത് മ്യൂസിക്കിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ പറയത്തില്ലേ, നല്ല താളത്തിലൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ്? സാമവേദയിൽ നിന്നാണ്. 1549 ഹൈംസ് ആണ് സാമവേദയിൽ ഉള്ളത്. ആൻഡ് ഫൈനലി വരുന്നതാണ് അഥർവവേദ. അഥർവവേദയിലാണ് മന്ത്രാസ് ഉള്ളത് അല്ലേ. മന്ത്രാസിൽ ബേസിക്കലി ബ്ലാക്ക് മാജിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഥർവവേദയിലാണ്. ഇതിനെ 20 ഖണ്ഡങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഥർവവേദത്തിനെ 20 ഖണ്ഡങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആയുർവേദം അഥർവവേദത്തിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വേദാസിനെ പറ്റി തന്നെ പറയുവാണ്. ഗായത്രി മന്ത്രം വരുന്നത് ഋഗ്വേദയിലാണ്. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തു. ഗായത്രി മന്ത്രം വരുന്നത് എവിടെയാണ്? ഋഗ്വേദയിലാണ്. അതുപോലെ തന്നെ ഋഗ്വേദയിൽ 10 മണ്ഡലങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് 9ാമത്തെ മണ്ഡലയാണ് സോമ. 9ാമത്തെ മണ്ഡല ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അന്ന് ആരാധിച്ചിരുന്ന ദൈവമായിട്ടുള്ള സോമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. 10ാമത്തെ മണ്ഡല എന്ന് പറയുന്നത് പുരുഷ സൂക്തമാണ്. പുരുഷ സൂക്തം അല്ലെങ്കിൽ പുരുഷ സൂക്തയാണ് 10ാമത്തെ മണ്ഡലം. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർണ്ണ സിസ്റ്റം അല്ലേ. വർണ്ണ സിസ്റ്റം ആദ്യമായിട്ട് ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്ന വർണ്ണ സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഗ്വേദയുടെ 10ാമത്തെ മണ്ഡലമായിട്ടുള്ള പുരുഷ സൂക്തത്തിലാണ് നിങ്ങൾ പറയണം. 9ാമത്തെ മണ്ഡലം എന്തിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു? സോമ എന്ന് പറയുന്ന ഗോഡിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. ഋഗ്വേദയാണ് ഓൾഡസ്റ്റ് വേദിക് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്.
ഒറിജിൻ ഓഫ് ആയുർവേദ, ആയുർവേദത്തിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് അഥർവവേദവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് വർണ്ണ സിസ്റ്റം കൂടെ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഏറ്റവും മുകളിലുള്ള ആൾക്കാരായിരുന്നു ബ്രാഹ്മണാസ്, അവർ ടീച്ചേഴ്സും പ്രീസ്റ്റുമായിരുന്നു. അതിന് താരെ ക്ഷത്രിയാസ് വരും, അവർ യുദ്ധം ചെയ്യുന്നവരായിരുന്നു, റൂളേഴ്സും അഡ്മിനിസ്ട്രേറ്റീവ്സുമായിരുന്നു ക്ഷത്രിയാസ്. പിന്നെ വരുന്നത് വൈശ്യാസ് ആയിരുന്നു, അവർ മെർച്ചൻസും ബാങ്കേഴ്സും ആയിരുന്നു, ഈ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു വൈശ്യാസ്. ആൻഡ് ഫൈനലി ഉള്ളത് ശൂദ്രാസ് ആയിരുന്നു. ശൂദ്രാസ് എന്ന് പറയുമ്പം ആർട്ടീഷ്യൻസ്, ലേബേഴ്സ് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ആ കൂട്ടത്തിൽ വന്നുകൊണ്ടിരുന്നത്. ഈ വർണ്ണ സിസ്റ്റം ഏറ്റവും മോശമായതും അതിൻ്റെ പേരിൽ ആൾക്കാരെയൊക്കെ ഏറ്റവും ഉപദ്രവിക്കാൻ തുടങ്ങിയതുമൊക്കെ ഈ ലേറ്റർ വേദിക് പീരീഡിലായിരുന്നു. അത് കഴിഞ്ഞ് വേദിക് പീരീഡ്, ഋഗ്വേദിക് പീരീഡിൽ യൂസ് ചെയ്തിരുന്ന കുറച്ച് മെറ്റൽസും അതിൻ്റെ പേരും പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്. ഗോൾഡിനെന്ന് പറഞ്ഞതിൻ്റെ പേരാണ് ഹിരണ്യ, അയൺ ശ്യാമ, ആൻഡ് കോപ്പർ അല്ലെങ്കിൽ ബ്രോൺസിനെ ആയ. ഈ 3 പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഗോൾഡ്, ഹിരണ്യ, അയൺ, ശ്യാമ. കോപ്പർ അല്ലെങ്കിൽ ബ്രോൺസിനെ നമ്മൾ ആയ എന്ന് പറയും. ഇത്രയാണ് ഋഗ്വേദിക് പീരീഡിൽ നോൺ ആയിരുന്ന മെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിന്ന് നോക്കിപ്പോയി. നമ്മൾ ആദ്യം നോക്കിയത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയിരുന്നു. ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ വേദിക് പീരീഡാണ് നോക്കിയത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി 4 മണിയാകുമ്പോഴേക്കും നമുക്ക് ഗായത്രി മിസ്സിൻ്റെ മിഡീവിയൽ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ടായിരിക്കും. ആൻഡ് രാത്രി അതുൽ സാറിൻ്റെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ടായിരിക്കും. എല്ലാവർക്കും മാക്സിമം ഹെൽപ്ഫുൾ ആവട്ടെ. എക്സാംസ് ഒക്കെ വരുന്നുണ്ട്, നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.